നമസ്കാരം. കാന്താര 2 സിനിമയെ വിടാതെ ദുരന്തങ്ങൾ പിന്തുടരുന്നു. ചിത്രത്തിലെ പ്രധാന നടന്റെ മരണമാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുന്നത്. കാന്താര 2ാം ഭാഗത്തിലെ നടനും കന്നഡ തുളു ടെലിവിഷൻ താരവുമായ രാകേഷ് പൂജാരിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഉടുപ്പിയിൽ സുഹൃത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട മെഹന്തി ചടങ്ങിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ തന്നെ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കന്നഡ ടെലിവിഷൻ രംഗത്തെ മുൻനിര താരങ്ങളിൽ ഒരാളായ രാകേഷ് പൂജാരി കോമഡി റിയാലിറ്റി ഷോയിൽ വിജയിയായിരുന്നു. രാകേഷിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലാണ് കന്നഡ ടെലിവിഷൻ സിനിമാ താരങ്ങൾ. സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ദുരൂഹമായി അവശേഷിക്കുകയാണ്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം. അസ്വാഭാവിക മരണത്തിന് കർക്കാല ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച കാന്താരയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് താരം മെഹന്തി ചടങ്ങിനായി ഉടുപ്പിയിലേക്ക് പോയത്. ചിത്രത്തിലെ രാകേഷിന്റെ ഭാഗം പൂർണ്ണമായും ചിത്രീകരിച്ച് കഴിഞ്ഞിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിൽ രാകേഷ് പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരുന്നതെന്നാണ് വിവരം. 2 ആഴ്ച മുമ്പാണ് ഇതേ സിനിമയിൽ അഭിനയിക്കാൻ പോയ ജൂനിയർ ആർട്ടിസ്റ്റായ മലയാളി യുവാവ് മുങ്ങി മരിച്ചത്. മെയ് 6-നാണ് വൈക്കം സ്വദേശിയായ MF കപിൽ സൗബ്രണിക നദിയിൽ വീണ് മരിക്കുന്നത്. ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അന്ന് അപകടമുണ്ടായത്. സഹപ്രവർത്തകരുമായി സൗബ്രണിക നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് ഉടൻ തന്നെ മുങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു സംഭവത്തിൽ നായകനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിക്കും നിർമ്മാതാക്കൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി നിർമ്മാതാക്കൾ രംഗത്ത് വരികയും ചെയ്തു. ദാരുണ സംഭവം നടന്ന ദിവസം ഷൂട്ടിംഗ് നടന്നിരുന്നില്ലെന്നായിരുന്നു പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ നിർമ്മാതാക്കൾ വിശദീകരിച്ചത്. സംഭവത്തിൽ നായകനും സിനിമാ സെറ്റിൽ തൊഴിലാളികൾ മരണപ്പെടുമ്പോൾ യഥാർത്ഥ കാരണം പലപ്പോഴും മറച്ചുവെക്കപ്പെടുകയാണ്. സത്യം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് അവസാനിപ്പിക്കണമെന്നതായിരുന്നു AICWA വ്യക്തമാക്കിയത്. ഈ വാദങ്ങളെയായിരുന്നു സിനിമയുടെ അണിയറക്കാർ നിഷേധിച്ച് യഥാർത്ഥ കാരണം വിശദീകരിച്ചത്. കാന്താര ചാപ്റ്റർ 2 ചിത്രീകരണത്തിന് ഇതിനു മുമ്പും നിരവധി സമാനമായ ദുരന്താവസ്ഥകൾ നേരിട്ടിട്ടുണ്ട്. നവംബറിൽ മധൂരിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ 20 ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു. ബസ് മറിഞ്ഞ് ചിലർക്ക് പരിക്കേറ്റെങ്കിലും ഗുരുതരമായ കേസുകളൊന്നും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. സംഭവത്തിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ചിത്രീകരണം നിർത്തിവെച്ചു. അതിനുശേഷം മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചെലവേറിയതുമായ ഒരു സെറ്റ് തകർന്നു വീണ് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ശക്തമായ കാറ്റും അപ്രതീക്ഷിത മഴയും നാശം വിതച്ചു. ഇത് ഋഷഭ് ഷെട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ കൂടുതൽ കാലതാമസത്തിനും കാരണമായി. ജനുവരിയിൽ കാന്താര 2 ചിത്രീകരണ സംഘവും പ്രാദേശിക ഗ്രാമവാസികളും തമ്മിലുള്ള തർക്കവും വാർത്തകളിലെത്തിയിരുന്നു. ശരിയായ അനുമതിയില്ലാതെ കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഗ്രാമവാസികൾ സംഘത്തെ നേരിടുകയായിരുന്നു. ഇത് പിന്നീട് ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്ന സാഹചര്യമുണ്ടായി. വന്യജീവികളെയും പരിസ്ഥിതിയെയും സംഘം ശല്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആശങ്ക ഉയർന്നപ്പോൾ വനം വകുപ്പ് പിന്നീട് അന്വേഷണത്തിനായി എത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ വർഷം ഒക്ടോബർ 2-നാണ് കാന്താര 2 റിലീസിന് ഒരുങ്ങുന്നതെന്നാണ് വിവരം. എന്നാൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികളും അണിയറ പ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായി ടീം നിരവധി ലൊക്കേഷനുകളിലും സ്റ്റുഡിയോ സജ്ജീകരണങ്ങളിലും ഷൂട്ടിംഗ് നടത്തി വരികയാണ്. സിനിമയുടെ പകുതിയിലധികം രംഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. 180 കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് വിവരം. കാന്താര 1 2022 സെപ്റ്റംബറിലായിരുന്നു പ്രദർശനത്തിനെത്തിയത്. പതിവ് പോലെ സാധാരണ ഒരു കന്നഡ ചിത്രമായിട്ടാണ് കാന്താര എത്തിയതെങ്കിലും പെട്ടെന്ന് രാജ്യമൊട്ടാകെ വളരെ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കപ്പെടുകയായിരുന്നു. മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു അന്ന് കന്നഡ ഫസ്റ്റിന് ഏറെ ഗുണമായത്. KGF നിർമ്മാതാക്കളായ ഹൊംബാല ഫിലിംസിന്റെ ബാനറിലായിരുന്നു കാന്താരയും എത്തിയത്.